പഠിത്തം എന്തേ കഴിഞ്ഞു. ഇനിയിപ്പോൾ UAE എങ്ങാനും പോയി ഒരു ജോബ് നോക്കണം. പക്ഷേ ഒറ്റയ്ക്ക് എങ്ങനെ വരും, അവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ള കുറേ കൺഫ്യൂഷൻസ്. ഇത് നിങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിനക്കുള്ളതാണ്. വെൽക്കം ടു മൈ ചാനൽ ആദം ആൻഡ് മമ്മ. അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പറും ഒരു പെന്നും എടുത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൺഫ്യൂഷൻ ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് എന്നൊന്ന് എഴുതി നോക്കും. ജസ്റ്റ് ഒരു ബ്രെയിൻ സ്റ്റോമിങ് പോലെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ജനറലായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് വിസ പ്രോസസ്സിങ്. അതുപോലെ എത്രത്തോളം എക്സ്പെൻസ് ആവും, എത്രത്തോളം പൈസ നിങ്ങളുടെ കയ്യിൽ ആവശ്യമുണ്ട് ജോബ് കിട്ടുന്നത് വരെ, എവിടെ താമസിക്കും, പിന്നെ സേഫ് ആണോ, എങ്ങനെയുള്ള ഒറ്റയ്ക്ക് വരുന്നത് സേഫ് ആണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ആയിരിക്കും കോമൺ ആയിട്ടും ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ക്വിക്കായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഒരു ജോലി അന്വേഷിച്ച് UAE വരുമ്പം കൂടുതൽ പേരും ഓപ്റ്റ് ചെയ്യുന്നത് ഒരു വിസിറ്റ് വിസയാണ്. അപ്പോൾ വിസിറ്റ് വിസ നമുക്ക് 30 ഡേയ്സിലുള്ളതുണ്ട്, 60 ഡേയ്സിലുള്ളതുണ്ട്, 120 ഡേയ്സിലുള്ളതുണ്ട്. ജോലി സെർച്ച് ചെയ്യാന്നുള്ള ഒരു പേർപ്പസ് ആകുമ്പോൾ ഏറ്റവും നല്ലത് 120 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 3 മാസത്തെ വിസയാണ്. കാരണം നമുക്ക് ഇന്നഫ് ആയിട്ടുള്ള ടൈം കിട്ടും. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് പോർട്ടൽസ് ഉണ്ട്, അതിനെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസീസ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നാഷണൽ എയർലൈൻസ് ഉണ്ട്, അത് ത്രൂ അപ്ലൈ ചെയ്യാം. കൂടുതൽ പേരും ട്രാവൽ ഏജൻസീസ് വഴിയായിരിക്കും വിസ അപ്ലൈ ചെയ്യുന്നത്. വിസ അപ്ലൈ ചെയ്യാനുള്ള ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര എമൗണ്ട് ആണ് വരുന്നത് 30 ഡേയ്സിൻ്റെ വിസയ്ക്കും 60 ഡേയ്സിൻ്റെ വിസയ്ക്കും 120 ഡേയ്സിൻ്റെ വിസയ്ക്കും ഒക്കെ എന്ന്. അപ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവ് അല്ല. ആൻഡ് 2 to 3 ഡേയ്സിൽ നിങ്ങൾക്ക് വിസ അപ്രൂവ് ആയിട്ട് കിട്ടും. അത്രയും ഈസി ആൻഡ് ക്വിക്കാണ് ഇവിടത്തേക്കുള്ള വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. വിസ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബഡ്ജറ്റ് പ്ലാനിങ്ങും. അതായത് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, എന്തൊക്കെ എക്സ്പെൻസാണ് വരാൻ പോകുന്നത്. എക്സ്പെൻസ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതലും അക്കോമഡേഷന് വേണ്ടിയിട്ടും ഫുഡിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെയായിരിക്കും നമ്മൾ ചിലവാക്കാൻ പോകുന്നത്. അപ്പോൾ അക്കോമഡേഷൻ ഏതൊക്കെ തരത്തിലാണുള്ളത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ബെഡ് സ്പേസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റൂംസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് സിംഗിളായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അത് തന്നെ പല റേഞ്ചിൽ വരുന്നുണ്ട്. ബട്ട് നമുക്കൊരു മിനിമലായിട്ട് 600 to 800 അങ്ങനെ ഫിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് എക്സ്പെൻസാണ്. ഫുഡ് എക്സ്പെൻസും അഗെയിൻ നിങ്ങൾക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ മന്ത്ലി മെസ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്ത്ലി ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെനു അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അഗെയിൻ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോലെ ഇരിക്കും. നമുക്ക് ഒരു 500 അല്ലെങ്കിൽ 600 അല്ലെങ്കിൽ 800 900 ഒക്കെ ആവാം. അത് നമ്മുടെ ചോയ്സ് അനുസരിച്ചിരിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് കൂടുതലും ചിലവ് വരാൻ പോകുന്നത് UAE അകത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമല്ലോ, ജോബ് ഹണ്ടിനായിട്ടും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ പർപ്പസിനൊക്കെ ആയിട്ട് പോകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ദൂരെ മാറി അക്കോമഡേഷൻ എടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചിലവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളും കൂടി ഞാനിതിനകത്ത് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സും ബാക്കിയുള്ള ലാപ്ടോപ്പ്, ചാർജേഴ്സ്, ഫോൺ, ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു പേരെങ്കിലും ഒരു ഫോർമൽസ് നിങ്ങൾ പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് മേ ബി അത് വീണ്ടും ഒരു എക്സ്ട്രാ ചിലവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ മുന്നേ തന്നെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതായത് നിങ്ങളുടെ പാസ്പോർട്ട്, വിസ, അതുകൂടാതെ ഇവിടെ ജോബ് ഹണ്ടിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ആദ്യമേ പാക്ക് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു മെഡിസിൻ എടുക്കുന്ന ആളാണെങ്കിൽ ആ മെഡിസിൻ 3 മാസത്തേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടി കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും.
ചിലർക്കെങ്കിലും ഈ സേഫ്റ്റിയുടെ ഒരു കൺസേൺ കാണുമായിരിക്കാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വരാനും ജോബ് സെർച്ച് ചെയ്യാനും ഒക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. എങ്കിലും ചില സ്കാംസൊക്കെ ഇവിടെ നടക്കാറുണ്ട്, അതായത് ഇൻ്റർവ്യൂവിൻ്റെ പേരിലൊക്കെ. അപ്പോൾ നമുക്ക് ഒരു ഇൻവിറ്റേഷൻ വരുന്ന സമയത്ത് തന്നെ ആ കമ്പനി ഏതാണ്, അതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താണെന്നൊക്കെ നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ. പിന്നെ ഒരിക്കലും അങ്ങോട്ട് ഒരു രജിസ്ട്രേഷൻ ഫീ ഒക്കെ കൊടുത്ത് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ട്രാവൽ ചെയ്യുന്നതിനും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസോ റിസ്ക്കോ ഇല്ലാത്തൊരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. ഇനി വേറെ 1-2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു സിം കാർഡ് എടുക്കുക. അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കത് ജോബ് ഹണ്ടിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ബസ് കാർഡ് എടുക്കുക എന്നുള്ളത്. ഈ ബസ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങളൊരു ടാക്സിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ഒരുപാട് എക്സ്പെൻസീവായിട്ട് പോവും. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ക്വിക്കായിരുന്നു. അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഞാൻ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ കൂടെ. ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്, എനിക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ത്രൂ, മെയിൽ ത്രൂ ഒക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവരോടും അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ്, ജോബ് അപ്ഡേറ്റ്സ് എല്ലാം എൻ്റെ ചാനലിൽ കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.